ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പം അത്യാവശ്യം കുറച്ച് ചക്കക്കുരു നന്നായി വെള്ളത്തിൽ കഴുകിയതിന് ശേഷം, ഇത് തൊലിയോടുകൂടി തന്നെയാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായി കഴുകുക. തൊലിയോടുകൂടി വേവിക്കുന്നത് കൊണ്ട് തന്നെ നന്നായി ഇത് കഴുകുക. കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുക. അപ്പം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലൊഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കുക്കർ അടുപ്പത്ത് വയ്ക്കുക. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ മാത്രം അത് വേവിക്കുക. അപ്പം ഒരു വിസിൽ മതിയാവും. എന്നിട്ട് നമ്മളത് തൊലി കളഞ്ഞ് മെഴുക്കുവരട്ടിക്ക് പാകമാക്കുന്നതായിരിക്കും. നമ്മൾ കുക്കർ മൂടി വെച്ച് വിസിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു വിസിൽ വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം തൊലിയോടുകൂടിയാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ആ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കത് മെഴുക്കുവരട്ടിക്ക് മുറിച്ചെടുക്കാം. ചക്കക്കുരു നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങളായി മാറ്റി വെച്ചിട്ടുണ്ട്. പുറംതൊലി മാത്രമേ അത് കളഞ്ഞിട്ടുള്ളൂ. എന്നിട്ടത് ചെറിയ കഷ്ണങ്ങളാക്കുക. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ പൊടി, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. ഇത്രയുമാണ് നമ്മൾ ചക്കക്കുരു മെഴുക്കുവരട്ടിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മെഴുക്കുവരട്ടി വെച്ച് തുടങ്ങാം. ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാന് അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിന് വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിക്കാനായി ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി എന്നിവ ചേർക്കാം. അതിനോടൊപ്പം തന്നെ കരിവേപ്പില കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. അടുപ്പ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർക്കുക. ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പൊടി കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാൻ. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്ക് ഇടുക. ഇത് ഫ്രഷ് ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഒരു വിസിലിൽ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്കിട്ട് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഈ മുളക് പൊടിയെല്ലാം ഇതിലേക്ക് നന്നായി പിടിക്കത്തക്ക രീതിയിൽ വയ്ക്കുക. അങ്ങനെ 2-3 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി സെർവിങ് പാനിലേക്ക് മാറ്റാം. അപ്പം എല്ലാവരും ഈ ചക്കക്കുരു മെഴുക്കുവരട്ടി ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക.